KSIDC നിന്ന് മാറ്റി എക്സാലോജിക്ക് ബാംഗ്ലൂർ കൊടുത്തു. മറ്റൊരു ഓപ്ഷൻ പരീക്ഷിച്ചാണ്. പക്ഷെ അവിടെയും കോടതി കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിയിട്ടുള്ളത്. അപ്പോൾ ഇനി മാന്യതയുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി മകളും ഈ കാര്യത്തിൽ കേരള സമൂഹത്തോട് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, ആ ഇരിക്കുന്ന സ്ഥാനത്തോട് നിലയും വിലയും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഈ അന്വേഷണത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധി എന്ന നിലയിൽ തിരിക്കട്ടെ. എൻ്റെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ കൃത്യമായി ഞാൻ SFIOയ്ക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് ഞാൻ കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഞാൻ വിശദമായി ഇതിനെ സംബന്ധിച്ച് KSIDCയുടെ കൂടുതൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഞാൻ ഇന്ന് SFIOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്ന് ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ SFIOയ്ക്ക് മെയിൽ വഴി കൈമാറിയിട്ടുണ്ട്. ഹാർഡ് കോപ്പി ഞാൻ തിങ്കളാഴ്ച സെർവ് ചെയ്യും. തിങ്കളാഴ്ച നിങ്ങളെല്ലാം കണ്ട് വിശദമായി എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കാര്യങ്ങളെന്ന് തിങ്കളാഴ്ച പറയും. അഡീഷണൽ ഇൻഫർമേഷൻ SFIOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. KSIDCയുടെ പങ്ക്, KSIDCക്ക് ഇതിനകത്ത് പങ്കൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. അപ്പം അതിൻ്റെ പങ്ക് എന്താണ്, KSIDC എവിടെയൊക്കെയാണ് കേരളത്തെ കൊള്ള ചെയ്യാൻ കൂട്ടുനിന്നെന്നുള്ള സമഗ്രമായ തെളിവ് കൃത്യമായി SFIOയ്ക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഞാൻ ഇന്ന് അഡീഷണൽ ഇൻഫർമേഷനായി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തിങ്കളാഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. വാർത്ത ഒറ്റവരി വിധി എന്ന് പറഞ്ഞെങ്കിലും അപ്പീൽ ഡിസ്മിസ്ഡ് മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടോ എന്നെനിക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ. പക്ഷേ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ഈ ഹർജി പ്രിഫർ ചെയ്ത നിലയ്ക്ക്, ഇനിയിപ്പോൾ ആ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ലോയേഴ്സിൻ്റെ ഒരു എത്തിക്സ് പോലെ തന്നെ കക്ഷികൾക്കുമൊക്കെ ഒരു ഇതുപോലെ കേസ് നടത്തിപ്പിൽ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹർജി വീണ വിജയൻ നൽകേണ്ടിയിരുന്നത് എറണാകുളം ഹൈക്കോടതിയിലായിരുന്നു. കാരണം സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ ശരിയാണ്, ഇപ്പോൾ അതിന് മറുവാദമായി പറയാൻ കഴിയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് എക്സാലോജിക് കേസിന് പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോകണം എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. എക്സാലോജിക്കിൻ്റെ ഡയറക്ടർക്കെതിരായിട്ടാണ്, സിംഗിൾ ഡയറക്ടർ ഒരു സോൾ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെതിരായിട്ടാണ് ആ അന്വേഷണം വരുന്നത് എന്നതുകൊണ്ടും അവർ കേരളത്തിൽ സിറ്റുവേറ്റഡ് ആണ് എന്നതുകൊണ്ടും കേരള ഹൈക്കോടതി സമാനമായ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫോർ സം റീസൺ ദേ പ്രിഫേർഡ് ടു ഫയൽ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. അത് ഇപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ആ കേസ് തള്ളി എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രീം പീരീഡിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് കോടതിയുടെ ഒരു ഇൻട്രീം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ വിധിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നോട്ടീസ് നൽകിയതിന് ശേഷമേ അറസ്റ്റിലേക്ക് കടക്കാമുള്ളൂന്നോ, അതല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള ചിലപ്പോൾ ഒരു റിമൈൻഡറോ ഒരു റൈഡറോ ഒക്കെ ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇത് എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ SFIO അന്വേഷണത്തിന് പര്യാപ്തമായ ഒരു കേസോ കുറ്റകൃത്യമോ നടന്നിട്ടില്ല എന്ന വാദത്തെ പ്രഥമദൃഷ്ട്യാ കോടതി തള്ളി എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിൻ്റെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി ഇതുവരെ CPM-ഉം പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുമുന്നണിയും വീണ വിജയനെ പരിചയ തീർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ വേട്ടയാടലാണ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ BJP-യുടെ ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം BJP സംഘപരിവാർ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം വീണ വിജയനെ വേട്ടയാടുകയാണ് എന്ന രാഷ്ട്രീയ വാദം അല്ലെങ്കിൽ ആ ഒരു പ്രചരണത്തിൻ്റെ മൊനയൊടിക്കുന്നതാണ് ഈ വിധി. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ പരിശോധിച്ച കോടതി തീർച്ചയായിട്ടും ആ നിലയിൽ അന്വേഷണ ഏജൻസി റെസ്ട്രിക്റ്റ് ചെയ്യുമായിരുന്നു. അന്വേഷണ ഏജൻസിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അന്വേഷണം ദുരുദ്ദേശപരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ള ഇന്നത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ BJP സംഘപരിവാർ സർക്കാരിൻ്റെ വേട്ടയാടലാണ് എന്ന പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും വാദം പാടെ ഒളിഞ്ഞിരിക്കുന്നു. ഇനി ആ വാദം ഉയർത്താൻ കഴിയില്ല.